പൊന്നാര ചെങ്ങേമരെ, എന്താണ് നിങ്ങളൊക്കെ വർത്താനം? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ? അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് കണ്ടോലുണ്ടാവും അല്ലേ? കുറേ ആൾക്കാർ കണ്ട സ്ഥലം തന്നെയാണ്, പക്ഷെ നമ്മൾ കാണാൻ വൈകിയെന്നുള്ളൂ. അത് വേറെ എവിടെയല്ല, നമ്മളെ കടലുണ്ടിയിലാണ് ഉള്ളത്. കടലുണ്ടി നമ്മളെ പുഴയൊക്കെ പാലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേപോലത്തെ സ്ഥലം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുള്ളത് വന്നിട്ടില്ല. കാണാൻ വൈകിപ്പോയി. 2 കൊല്ലമായി ഇവിടെ ഇങ്ങനൊരു സംഭവം തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞേക്കുള്ളൂ. നമ്മളിങ്ങോട്ട് എത്തിയില്ല. അതങ്ങനെ തന്നെ ഉള്ളൂ അല്ലേ? നമ്മൾ അടുത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് നമ്മളത്ര വലിയ ഒരു സംഭവമാക്കി നമ്മളെടുക്കൂല. പുറത്തത്തെ ആൾക്കാരൊക്കെ കുറേ ആൾക്കാരൊക്കെ ദൂരമുള്ളവരൊക്കെ വേഗം വന്നിട്ടുണ്ടാവും. നമ്മൾ അടുത്തുള്ളവർ എപ്പോഴും അങ്ങനെ തന്നെ ഉള്ളൂ, എത്താൻ വൈകും അല്ലേ? അപ്പോൾ ഏതായാലും നമ്മളും ഇപ്പോഴാണ് നമുക്കൊരു സമയം കിട്ടിയത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ അടുത്ത സ്ഥലമാകുമ്പോൾ നമുക്കൊരു വലിയതായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഇത് വരാത്തതിൽ വൈകിയിൽ ഇങ്ങോട്ട് എത്താൻ വൈകിയിൽ ഭയങ്കര ഒരു ഖേദം തന്നെ മനസ്സിലേക്ക് തോന്നിയത്. അത്രയൊരു രസമുള്ളൊരു സ്ഥലം. കടലുണ്ടി പുഴൻ്റെ മേലെക്കൂടെ, പാലത്തിൻ്റെ മേലെക്കൂടെ ബന്ദേവാലത ചീറിപ്പാഞ്ഞ് പോകണം. കൂട്ടത്തിൽ അതിൻ്റെ ചോട്ടിലൂടെ നമ്മളെ തോണി, നമ്മളൊക്കെ കയറാനുള്ള തോണി അതിൻ്റെ അടിയിലൂടെയാണ്, ആ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോകാനുള്ളത് അല്ലേ? ഭയങ്കര രസം തന്നെ. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് എത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലായത്, ഈ കാഴ്ചൻ്റെ ഒരു വില മനസ്സിലായത്. കുറേ ആൾക്കാരൊക്കെ ഇതിന് മുന്നേ വന്ന് റീൽസ് ഇടുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ അത്ര വലിയ ഒരു ഇതായിട്ട് കൊടുത്തില്ല, സംഭവമാക്കി നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു രസം മനസ്സിലായത്. അപ്പോൾ ഏതായാലും കുറേ കാത്തു നിന്ന ശേഷം നമ്മൾ തോണിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോണിയിൽ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു 9 ആൾക്കാരാണ് ഉള്ളത്. നമ്മളും ചെങ്ങന്മാരടക്കം 4 ആളും. ഈ ഫ്രണ്ട് കാണുന്ന ഫാമിലി 3 വലിയവരും 1 കുട്ടി, അങ്ങനെ മൊത്തത്തിൽ 9 ആളാണ് ഉള്ളത്. തുഴയുന്ന ആളെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തോണി കയറിയതിന് ഒരു ലക്ഷ്യം ഉണ്ടല്ലോ. കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഒരു തോണി യാത്ര നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ മുന്നിലിങ്ങനെ കാണുന്ന ഭാഗമാണ് കണ്ടൽക്കാട്. കണ്ടൽക്കാടിക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എത്തുന്ന മുന്നേ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാണുന്ന ഭാഗം, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒരു ചെറിയൊരു ദ്വീപാണ്. ആ ദ്വീപിൽ 15 വീടുകളുണ്ട്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത്ത് ഭാഗത്ത് അതേപോലെ തന്നെ വേറൊരു ദ്വീപുണ്ട്, അതിൽ 64 വീടുകളുണ്ടെന്നൊക്കെ തുഴയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അത് ഏതായാലും നല്ല കാര്യം. നമ്മൾ അറിയാത്തൊരു സംഭവമല്ലേ, നമ്മൾ അടുത്ത പ്രദേശമായാലും നമ്മൾ ഒരുപാട് അറിയാത്ത ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മളെന്തായാലും അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് തുഴയുന്നതിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഏതായാലും നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടൽക്കാടിൻ്റെ ഭാഗത്ത് കയറിയ സമയത്ത് അവൻ പറഞ്ഞു ഇവിടെ 8 തരം കണ്ടൽക്കാടുകൾ ഉണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞു കേട്ടോ. ഓരോ കണ്ടൽക്കാടുകളുടെ വ്യത്യാസങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമെന്നൊക്കെ അവൻ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ക്രോസ് ചെയ്തിട്ട് വേറൊരു ഭാഗത്തു നിന്ന് ഒരു തോണി നമ്മളെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ കടന്നു പോകണണ്ട അല്ലേ? അപ്പോൾ ഈ ഒരു തോണി കാണുമ്പോഴാണ് ഭയങ്കര രസമാണ്. നമ്മളൊരു ഒറ്റയ്ക്ക് ഇങ്ങനെ തോണി പോയി കഴിഞ്ഞാൽ രസം കിട്ടില്ല. നമ്മൾ അതേപോലെ തന്നെ മറ്റൊരു 4-5 തോണി മുന്നിലും ഒരു 5 തോണി പിന്നിലൊക്കെ ആകുമ്പോൾ ആ വരിക്കിങ്ങനെ പോകുമ്പോൾ കാണാനൊരു രസം ഉണ്ടാവും. അപ്പോഴാണ് ഇസ്മായിൽ നമ്മളെ മാഷയുടെ ബാക്കിലെ തോണിയിലൊന്ന് ഓലയും കൂടെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞങ്ങൾക്ക് എത്തിങ്ങാനിൽ ഷെറൂരെത്തി സ്കൂളിൽ പഠിപ്പിച്ച ഒരു മാഷും ഫാമിലിയും നമ്മളെ ബോട്ടിൻ്റെ അതേ നേരെ പിന്നിൽ ഓലുണ്ട്. അപ്പോൾ ഇതാണ് ഇസ്മായിൽ. ഇസ്മായിലും ഫൈസലും പിന്നെ വേറൊരു ഫൈസലും, ഞങ്ങൾ 4 ആളാണ് ഇപ്പോൾ ഇതിൽ കയറിയിട്ടുള്ളത്. ഈ ഫൈസലും ഞാനും ഇസ്മായിലാണ് എവിടെ പോയാലും ഒരുമിച്ചുണ്ടാവില്ല. എവിടെ പോയാലും ഒരുമിച്ച് ഞങ്ങൾ 3 ആളും എപ്പോഴും എന്തൊരു പരിപാടിക്കല്ല ഞങ്ങൾ 3 ആളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മളെ തോണി കയറിയ ആൾക്കാർ, മൊത്തത്തിലുള്ള ആൾക്കാർ, ബാക്കിലെത്താത്ത വൈകുന്ന ആളും. അപ്പോൾ നമ്മൾ വേറെ ഒരു 2ാമത്തെ കണ്ടൽക്കാടിൻ്റെ ഭാഗത്ത് കൂടെ ഓരോ കണ്ടൽക്കാട് ഇങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ, ഇത് വേറെ കണ്ടൽക്കാടാണ്, ഓരോ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഓൻ്റെ വർത്തമാനത്തിന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ശ്രദ്ധിക്കാൻ പറ്റണില്ല. അപ്പോൾ അത്രയും രസമുള്ള ഒരു ഏരിയയിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാണാൻ വൈകിയെന്ന്. ഇനിയിപ്പോൾ അതേപോലെ
ഇന്നെപ്പോലെ നമ്മളെ പോലെയൊക്കെ കുറേ ആൾക്കാർ നമ്മളെ നാട്ടിൽ എടുത്ത സംഭവം ഉണ്ടായിട്ട് കണ്ടില്ല എന്നുള്ള കാണാൻ പറ്റിയില്ല എന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓൽക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണ്ട്. പിന്നെ കുറേ കാലമായില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ട്. വലിയ സംഭവം എന്നായിട്ട് നമ്മൾ യൂട്യൂബ് ചെയ്യലില്ല. എന്നാലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടാന്നുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് നേരം ഓല് നിർത്തി തരും കേട്ടോ, തോണി നിർത്തി തരും. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഓരോ സ്പോട്ട് കാണുമ്പോൾ കുറേ നേരം ഓല് നിർത്തി തരും. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഇപ്പോൾ കാണുന്ന ഭാഗമുണ്ടല്ലോ, വേരുകളൊക്കെ ഇങ്ങനെ പൊന്തിയ ഭാഗം ഭയങ്കര രസമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ചെറിയൊരു വീഡിയോ. ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി.